ഹലോ, ഞങ്ങളങ്ങനെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അച്ഛൻ രാവിലെ തന്നെ കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ അച്ഛനൊരു ഓണക്കിറ്റൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഇത് അച്ഛൻ്റെ പത്രപ്രവർത്തക യൂണിയനിൽ നിന്നും കിട്ടിയ കിറ്റാണ്. എല്ലാ വർഷവും ഇങ്ങനെ കിറ്റുകൾ കിട്ടാറുണ്ട്. ഇനി ഒന്നും കൂടെ ഉണ്ട്. അത് അച്ഛൻ്റെ പ്രസ് ക്ലബിൽ നിന്നാണ് ഇനി കിട്ടുന്നത്. അത് ഞാൻ ഇനി വരുമ്പോൾ കാണിക്കാം. ദെൻ അച്ഛന് നടുവേദന ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് തൈലമൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു അച്ഛനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നേരെ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ഞാൻ എൻ്റെ മേക്കപ്പ് സെഷനിലേക്ക് കയറി. അമ്മ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാണ്. ഞങ്ങൾ അന്ന് കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ അന്ന് നേരത്തെ ഇറങ്ങിയിരുന്നു. ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. അതിനുശേഷം അമ്മയുടെ ഷോളൊക്കെ അയൺ ചെയ്യാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എനിക്ക് അമ്മയും അച്ഛനും കൂടെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് തന്നതാണ്. ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യം ഓൾറെഡി കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്ന ഷോർട്സിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സ് അത്ര താല്പര്യം ഇല്ലാത്തതാണ്. പക്ഷേ ഇത് ഇട്ടതിന് ശേഷം എനിക്ക് നന്നായിട്ട് സ്യൂട്ടായതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു 6:30 ആയപ്പോഴേക്കും ഇറങ്ങിയിരുന്നു. സിനിമ 7:45 ഉള്ളൂ. പക്ഷേ ബ്ലോക്ക് പിടിച്ച് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. ഞങ്ങൾ ഹൃദയപൂർവ്വം എന്നുള്ള മൂവി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സ്ഥിരം പോകുന്നത് പോലെ തന്നെ ഏരീസ് പ്ലസിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വഴിയിലെല്ലാം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പൂജപ്പുരയിലേക്ക് തിരിയുന്ന ആ ഒരു ഭാഗത്തുമെല്ലാം രണ്ട് സൈഡിലും ബ്ലോക്കായിട്ട് വണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾ ഒരു 7:20 ഒക്കെ ആയപ്പോഴേക്കുമാണ് തിയേറ്ററിൽ എത്തിയത്. നിയർലി ഒരു 1 hour ബ്ലോക്കിൽ തന്നെ കിടന്നു. സോ ഞാനും അമ്മയും കൂടെ നേരെ ഓടി 1ലേക്ക് പോവാണ്. അച്ഛൻ വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ടേ വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. കാരണം പ്രീവിയസ് ഷോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആളുകളിങ്ങനെ ഇറങ്ങി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ അവർ ക്ലീനൊക്കെ ചെയ്തു. ഞങ്ങൾ നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് തിയേറ്ററാണ് ഈ ഏരീസ് പ്ലസ്, എസ്പെഷ്യലി OD1. അങ്ങനെ മൂവി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മൂവി. എനിക്കെന്നല്ല, അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾക്ക് 3 പേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു ഈ മൂവി. നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ്. അങ്ങനെ മൂവിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. സോ അത്രയേ ഉള്ളൂ. ബൈ.